പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുട്ടിയെ പ്രോത്സാഹിക്കുക, അഭിനന്ദിക്കുക. ഈ പോസിറ്റീവ് സ്ട്രോക്കിന്റെ നിർവചനം നിങ്ങൾ പറഞ്ഞു. പോസിറ്റീവ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എനി ആക്ട് ദാറ്റ് ക്രിയേറ്റ് പ്ലസന്റ് ഇമോഷൻ വെൻ ടു പേഴ്സൺസ് മീറ്റ്. രണ്ടാളുകൾ കണ്ടുമുട്ടുമ്പോൾ സന്തോഷമുണ്ടാക്കുന്ന ഏത് പ്രവർത്തിക്കും പറയാവുന്ന പേരാണ് പോസിറ്റീവ് സ്ട്രോക്ക്. എരിക് ബേണിന്റെ പോസിറ്റീവ് സ്ട്രോക്ക്. പക്ഷേ ഇപ്പൊ നെഗറ്റീവ് സ്ട്രോക്ക് കൊടുക്കുക എന്നതാണ് നമ്മുടെ ശീലം. അത് എനിക്കുണ്ടോ എന്ന് പരിശോധിച്ച് നെഗറ്റീവ് സ്ട്രോക്ക് കൊടുക്കും. നെഗറ്റീവ് സ്ട്രോക്ക് എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്? ദേഷ്യം പിടിക്കുക, ചീത്ത പറയുക, അടിക്കുക, അംഗീകാരം കൊടുക്കേണ്ടത് അംഗീകാരം കൊടുക്കാതിരിക്കുക, ഇതൊക്കെ തന്നെ പ്രശംസിക്കേണ്ടത് പ്രശംസിക്കാതിരിക്കുക. ഇതൊക്കെ നെഗറ്റീവ് സ്ട്രോക്കുകളാണ്. ഈ നെഗറ്റീവ് സ്ട്രോക്കുകൾ കൊടുക്കുക എന്നാണ് ഒരാൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് എന്നയാൾക്ക് അറിവില്ലെങ്കിൽ അയാൾ നെഗറ്റീവ് സ്ട്രോക്കുകൾ കൊടുത്തുകൊണ്ടിരിക്കും കുട്ടികൾക്ക്. കുട്ടി അത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അതിന്റെ പ്രാധാന്യം നമുക്ക് വരും. പ്രാധാന്യം വരെ കിട്ടി നമുക്കത് ബോധ്യപ്പെട്ടു. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് എൻ്റെ മക്കൾക്ക് അംഗീകാരം കൊടുക്കും, അഭിനന്ദനം കൊടുക്കും, പ്രശംസ കൊടുക്കും എന്ന് തീരുമാനിക്കാം. തീരുമാനിച്ചാൽ മാത്രം പോരാ, ഇതൊന്നും ചെയ്യുക എന്നത് യാതൊരു ശീലമല്ലെങ്കിലും ബോധപൂർവം ആ ശീലം മാറ്റേണ്ടതായിട്ട്. അപ്പൊ ഇഫക്റ്റീവിന്റെ ഒരു പാരന്റിങ്ങിന്റെ പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ ശീലം നമ്മൾ പരിശോധിച്ച് മാറ്റേണ്ടത് മാറ്റാൻ തയ്യാറാവുക എന്നതാണ്. ഞാനിപ്പോ എത്രയോ കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിച്ചു. ഇതിൽ എന്തൊക്കെ സംഭവിക്കാം? ഇതിൽ ചില കാര്യങ്ങളിലൊക്കെ ചില രക്ഷിതാക്കൾ അറിവില്ലായ്മയുടെ ഘട്ടത്തിലായിരിക്കും. അറിവ് കിട്ടി. ചില രക്ഷിതാക്കൾക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടില്ല എന്ന്. ബോധ്യപ്പെട്ടാൽ നടപ്പിലാക്കുന്ന പ്രശ്നം അനുഭവിക്കുന്നില്ല. ചില രക്ഷിതാക്കൾ ബോധ്യപ്പെട്ടു, പക്ഷെ സാറേ എനിക്കത് നടക്കില്ല എന്നാണ് അവർ പറയുന്നത്. അവര് മാറാൻ തയ്യാറില്ല. ഇനി കേട്ടോളൂ, മാറ്റമില്ലാതെ പുരോഗതി സാധ്യമല്ല. നോ പ്രോഗ്രസ് ഈസ് പോസിബിൾ വിത്തൗട്ട് ചേഞ്ച്. മാറ്റമില്ലാതെ പുരോഗതി സാധ്യമല്ല. അതുകൊണ്ടാ മാറാൻ വിവരം കിട്ടിയത് കൊണ്ട് മാത്രം. ഞാൻ ഉദാഹരണത്തിന് സാധാരണ പറയുന്ന ഒരു കാര്യം പറയാം. മീനും മോരും ഒന്നിച്ച് കഴിക്കൽ വിരുദ്ധാഹാരമാണ്. ആയുർവേദം ഈ കാര്യത്തിൽ വളരെ ശക്തിയായി പറയുന്നുണ്ട്, റോങ് ഫുഡ് കോമ്പിനേഷൻ. പക്ഷേ എന്റെ ഈ പ്രസംഗം കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും വിവരം കിട്ടും. പക്ഷേ നിങ്ങളിത് ഒരു തീരുമാനം എടുക്കുന്നുണ്ടോ? ഇന്നു മുതൽ മീനും മോരും ഞാൻ ഒന്നിച്ച് കഴിക്കില്ല എന്ന് ഒരു തീരുമാനം നിങ്ങൾ എടുക്കാത്തിടത്തോളം കാലം ഈ വിവരം കൊണ്ട് എന്ത് കാര്യം നിങ്ങൾക്കുള്ളത്? അപ്പൊ ഇഫക്റ്റീവ് പാരന്റിംഗിൽ ഞാൻ കുറെ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയും. പക്ഷെ ഇത് സംബന്ധമായി മാറ്റേണ്ടവ മാറ്റാൻ നിങ്ങൾ തയ്യാറില്ല എങ്കിൽ ഈ വിവരം കൊണ്ട് നമുക്ക് കാര്യമൊന്നും കിട്ടാൻ പോകുന്നില്ല. വ്യക്തിത്വ വികസന സിദ്ധാന്തത്തിലെ ഒരു പ്രധാനപ്പെട്ട തത്വമാണ് നോയിങ് ഇസ് നോട്ട് ഡൂയിങ്, ഡൂയിങ് ഇസ് ഡൂയിങ്. അറിയൽ ചെയ്യൽ, ചെയ്യലാണ് ചെയ്യൽ. അപ്പൊ ചെയ്യാൻ നമ്മൾ തയ്യാറാവണമെങ്കിൽ, നമ്മൾ ചെയ്യാൻ തയ്യാറാവണമെങ്കിൽ മാറ്റം വേണ്ടി വരും. മാറ്റം ഇഫക്റ്റീവ് പാരന്റിംഗ് പഠിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ മാറാൻ തയ്യാറാവും. എന്തൊക്കെയാണ് മാറേണ്ടത്? ഒന്ന്, മനോഭാവം തന്നെ. രണ്ട്, നമ്മളെ ധാരണകൾ. ഒരുപാട് തെറ്റായ ധാരണകൾ നമ്മുടെ തലയിൽ കൂടിയിട്ടുണ്ട്. കുട്ടികൾ എങ്ങനെയാണ് നന്നാകേണ്ടത് എന്ന നല്ല ധാരണകൾ പലപ്പോഴും ഇല്ല. ചില കുട്ടികൾ കേടുവരാൻ ആവശ്യമായ പ്രവൃത്തി ചെയ്താൽ നന്നാകുമെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തു. പിന്നെയോ നമ്മുടെ പ്രാധാന്യം. നല്ല രക്ഷിതാവാൻ പഠിക്കുക എന്നത് നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണോ? നിങ്ങളാ തീരുമാനിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ഒരു വിഷയമുണ്ട് എന്ന് തന്നെ പല രക്ഷിതാവിനും അറിഞ്ഞുകൂടാ. അപ്പൊ ഇന്നു മുതൽ എങ്ങനെ നല്ല രക്ഷിതാവാകാമെന്ന് പരമാവധി പഠിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ദൃഢമായി പറയുക. അപ്പൊ ഈ 5 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു നമ്മുടെ ഓരോ തീരുമാനം. ഇതുപോലെ തന്നെയാണ് പല രക്ഷിതാക്കളും പലപ്പോഴും പറയുന്നതാണ് മക്കൾ അനുസരിക്കുന്നില്ല എന്നതാണ്. ഇസ്ലാമിക് ഇഫക്റ്റീവ് പാരന്റിങ്ങിന്റെ ഒരു ഭാഗമെന്ന നിലക്ക് മക്കൾ അനുസരിക്കുന്നവരായി കിട്ടുക എന്നത് നമ്മുടെ ആവശ്യമാണ്. അല്ലെങ്കിൽ മക്കൾ അങ്ങേയറ്റത്തെ വികൃതിയാണ്. മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് കുട്ടിക്ക് കിട്ടേണ്ട അംഗീകാരവും സ്നേഹവും കിട്ടാത്ത കാരണത്താലാണ് കുട്ടികൾ വികൃതിയും അനുസരണമില്ലാത്തവരായി മാറുന്നത് എന്നാണ്. ഇത് ഞാൻ ആദ്യം സൂചിപ്പിച്ച കുട്ടികൾ എന്ത് പിഴച്ചു എന്ന പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. കുട്ടികൾ എന്ത് പിഴച്ചു എന്ന ചോദ്യത്തിന് മറുപടി എന്താ അറിയാം നിങ്ങൾക്ക്? പിഴച്ചത് രക്ഷിതാക്കളും അധ്യാപകരുമാണ്. ഇക്കൂട്ടത്തിൽ ഞാൻ മറ്റൊരു തെറ്റിദ്ധാരണ കൂടെ തിരുത്തട്ടെ. അധ്യാപകർ എന്നോട് ക്ഷമിക്കുക. നമ്മുടെ അധ്യാപകർ കുട്ടികളെ എങ്ങനെ നന്നാക്കാമെന്ന് അങ്ങേയറ്റം പരിശീലനം ലഭിച്ചവരാണ് എന്നൊരു തെറ്റിദ്ധാരണ പല രക്ഷിതാക്കൾക്കുമുണ്ട്. 10 മാസത്തെ BEd
ഇതൊക്കെ അത്ര വിശദമായൊന്നും പഠിക്കുന്നില്ല എന്ന് നിങ്ങൾ അറിയുന്നത് നന്നായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ TTCയും BEdും ഒക്കെ ഉള്ള അധ്യാപകർ പഠിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ട്രാൻസാക്ഷൻ അനാലിസിസ്, NLP, കൗൺസിലിംഗ്, ചൈൽഡ് സൈക്കോളജി, ഇതൊക്കെ വളരെ വിപുലമായി നമ്മുടെ BEdന്റെയും TTCയുടെയും പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. BEdന്റെയും TTCയുടെയും ഒരു പേപ്പറെങ്കിലും, ഒരു വിഷയമെങ്കിലും എങ്ങനെ നല്ല രക്ഷിതാവാകണം എന്നതായിരിക്കണം. എന്നിട്ട് എങ്ങനെ നല്ല രക്ഷിതാവാകണമെന്ന ക്ലാസ് എടുക്കാനുള്ള കഴിവ് ഓരോ അധ്യാപകനും ഉണ്ടാവുക എന്നതും ഇഫക്റ്റീവ് പാരന്റിങ്ങിന്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ മക്കൾ വികൃതിയായി പോകുന്നെങ്കിൽ അതിന്റെ കാരണം എന്താ അറിയും നിങ്ങൾക്ക്? അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം കുട്ടിക്ക് അൺകണ്ടീഷണൽ ലവ്, അവന് സ്നേഹവും അംഗീകാരവും ലഭിച്ചില്ല എന്നതാണ്. അംഗീകാരം, കുട്ടികൾക്ക് അംഗീകാരം കിട്ടുക എന്ന് വളരെ പ്രധാനമാണ്. അങ്ങനത്തെ കുട്ടികളെ നിങ്ങൾക്ക് നന്നാക്കണമെന്നുണ്ടെങ്കിൽ കുട്ടിയോട് നിങ്ങൾ ശരീരസ്പർശനം കൂട്ടുക. കുട്ടി ചെയ്യുന്ന നല്ല പ്രവൃത്തി എന്തെങ്കിലും എന്തെങ്കിലും വല്ല ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കള്ളന് പോലും നല്ല ചിന്തയുണ്ട്. ഒരു കള്ളനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് മോഷ്ടിക്കാൻ പോകുന്നത്? ഞാൻ കുട്ടികളെ പോറ്റാൻ വേണ്ടിയാണെന്നാണ് പറഞ്ഞത്. മോഷ്ടിക്കുക എന്നത് തെറ്റാണെങ്കിലും കുട്ടികളെ പോറ്റുക എന്നത് കള്ളന്റെ ചിന്താഗതി നല്ലതല്ലേ? അപ്പൊ ആരിലും നല്ല പെരുമാറ്റവും ചിന്താഗതിയും ഉണ്ട്. നമ്മുടെ കുട്ടി എന്തെങ്കിലും ചെറിയ നല്ല കാര്യം ചെയ്യുമ്പോഴും നന്നായിട്ടുണ്ട്, അതിനെ അഭിനന്ദിക്കുക. ഇത് നമ്മൾ ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അംഗീകാരവും സ്നേഹം കൊടുക്കുമ്പോൾ കുട്ടികളുടെ സ്വഭാവം അത്ഭുതകരമായി മാറുന്നതാണ്. അത്ഭുതകരമായി മാറും. ദേഷ്യം പിടിച്ചിട്ടും ചീത്തറിഞ്ഞിട്ടും തച്ചിട്ടും കുട്ടികളുടെ സ്വഭാവം മാറ്റാൻ കഴിയില്ല. സ്നേഹത്തോടെ ആവർത്തിച്ച് പറയുക. സ്നേഹത്തോടെ ആവർത്തിച്ച് പറയണമെങ്കിൽ എന്ത് വേണ്ടി വരും? ക്ഷമ വേണ്ടി വരും. ക്ഷമയ്ക്ക് ഞാൻ പറയുന്ന ഒരു നിർവചനമുണ്ട്. അതെന്താണ് നിങ്ങൾക്ക്? മറ്റുള്ളവരെ ഉപദേശിക്കാൻ വളരെ സൗകര്യമുള്ളതും സ്വയം നടപ്പിലാക്കാൻ വളരെ പ്രയാസമുള്ളതും. അതാണ് ക്ഷമ. അപ്പം ക്ഷമയുണ്ടെങ്കിൽ ആവർത്തിച്ച് ഒരു കുട്ടി ഒരു മോശം പെരുമാറിയാൽ ആ പെരുമാറ്റത്തിന്റെ ദോഷവശങ്ങളും അത് മാറ്റിയാൽ അവന് കിട്ടാവുന്ന ഗുണങ്ങളും അവനെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിന് കൗൺസിലിങ്ങിന്റെ സിദ്ധാന്തങ്ങൾ ഓരോ രക്ഷിതാവും പഠിക്കണം. ഇഫക്റ്റീവ് പാരന്റിങ്ങിൽ പഠിക്കാനുള്ള മറ്റൊന്നതാണ് എങ്ങനെ ഒരു കൗൺസിലർ ആവണം. കൗൺസിലിംഗ് വളരെ പ്രധാനമാണ്. ഒരു പ്രധാന മനഃശാസ്ത്ര ശാഖയാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ അധ്യാപകർക്ക് ഉണ്ടായിരിക്കേണ്ട ഡിഫറെന്റ് റോൾസ്. ടീച്ചർ ആസ് എൻ എഡ്യൂക്കേറ്റർ, ടീച്ചർ ആസ് എ മോട്ടിവേറ്റർ, ടീച്ചർ ആസ് എ കൗൺസിലർ, ടീച്ചർ ആസ് എ മോഡൽ, ടീച്ചർ ആസ് എ മെന്റർ, ടീച്ചർ ആസ് എ ഡിസിപ്ലിനേറിയൻ, ടീച്ചർ ആസ് എ ലേണർ എന്ന മാതിരി രക്ഷിതാവിനും ഒരുപാട് റോളുകളുണ്ട്. എന്താണ്? പേരന്റ് ആസ് എൻ എഡ്യൂക്കേറ്റർ, parent as a motivator, parent as a counselor, parent as a disciplinarian, parent as a learner, parent as a model, parent as a philosopher. ഇതൊക്കെ രക്ഷിതാക്കളായ നിങ്ങൾക്കുള്ള റോളുകളാണ്, നിങ്ങൾ ചെയ്തു തീർക്കേണ്ട കർത്തവ്യങ്ങളാണ്. പക്ഷേ ഇതൊക്കെ ആവണം എന്ന അറിവ് നമ്മൾ എത്രമാത്രം ആളുകൾക്കുണ്ട്? ഇനി അറിഞ്ഞാൽ തന്നെ ആ അറിവ് എനിക്ക് ഉണ്ടാക്കണ്ടേ? കൗൺസിലർ എങ്ങനെയാവണം, എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണം എന്ന് നമ്മൾ പഠിക്കണ്ടേ? ഒരു മുസ്ലിം പാരന്റായി ഇസ്ലാമിക ശീലവും വിവാദത്തുമുള്ള മക്കളായി മാറ്റാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് എന്ന വിവരം നിങ്ങൾക്കുണ്ടാവട്ടെ. അതിനൊരു തീരുമാനം നിങ്ങൾ എടുക്കുക.